എല്ലാവർക്കും നമസ്കാരം. എൽസ എക്സ്പ്ലെയിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ നാട്ടിൽ BSc നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾക്ക് എങ്ങനെ UK രജിസ്ട്രേഷൻ എടുക്കാം, അതുപോലെ തന്നെ പാത്വേ ആയിട്ട് എന്തൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അതാണ് നമ്മുടെ വീഡിയോന്റെ കണ്ടന്റ് ഇന്ന് വരുന്നത്. സോ നമുക്കുള്ള ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു കെയറായിട്ട് അവിടെ ജോലിക്ക് കയറി അവിടുത്തെ നഴ്സിംഗ് മാനേജറുടെ റെക്കമെൻഡേഷനോട് കൂടി CBT OSCE എക്സാമിനേഷൻ എഴുതിയെടുക്കാനുള്ള ഓപ്ഷനാണ്. അങ്ങനെ NMC രജിസ്ട്രേഷനിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ നമ്മളൊരു കെയറായിട്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുന്നില്ല, റിക്രൂട്ട്മെൻറ്റ്സ് ഇല്ല. അപ്പം നമുക്കുള്ള സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് UK പോവുക, 1 ഇയറിൻ്റെ കോഴ്സ് എടുക്കാം. 1 ഇയറിൻ്റെ കോഴ്സ് ഏത് കോഴ്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മളിപ്പോൾ യൂഷ്വലി എല്ലാവരും എടുക്കുന്നത് MPH മാസ്റ്റേഴ്സ് ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ കോഴ്സാണ്, ഇല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, MSc ഗ്ലോബൽ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കോഴ്സസാണ് മെയിൻ ആയിട്ട് എടുക്കുന്നത്. പക്ഷേ നമ്മുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യമെന്ന് പറയുന്നത് UK എത്തുക, അവിടെ നിന്ന് CBT OSCE എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പ്രയറായിട്ട് ഇന്ന കോഴ്സ് പഠിക്കണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ഫീസ് കുറഞ്ഞ നമുക്ക് അങ്ങ് എത്താൻ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ മതിയാവും. അതൊരു മാനേജ്മെൻറ്റ് കോഴ്സ് ആണെങ്കിലും ഓക്കെയാണ്. സോ നമുക്ക് അടുത്തതായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നത്, നാട്ടിൽ നിന്ന് നമുക്ക് ഇതൊക്കെ ഈസി ആക്കാൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്കൊരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ കേപ്പബിൾ ആണ് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റെക്കമെൻഡേഷൻ്റെ അകത്തുനിന്ന്. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു, നഴ്സിംഗ് മാനേജർ റെക്കമെൻഡേഷൻ ത്രൂ OSCE എക്സാമിനേഷൻ എഴുതുന്നത്. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് OET ഒക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റോ അല്ലെങ്കിൽ IELTSോ എഴുതിയിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജിൻ്റെ കാര്യം അവിടെ കൺഫേം ആയി. ആ ഒരു പോർഷൻ നമുക്ക് കടന്നു കിട്ടും. അതായത് നമുക്ക് റെഫറൻസ് ഇല്ലാണ്ടും CBTയും OSCEയും ആ രീതിക്ക് എഴുതാൻ പറ്റും. അപ്പം നാട്ടിൽ നിന്ന് പോകുമ്പോൾ IELTS എടുത്താൽ 2 ഗുണങ്ങളാണുള്ളത്. ഒന്നാമത് നമുക്ക് റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് തന്നെ CBTയും OSCEയും എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എക്സാമിനേഷൻ ഈസി ആകും. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കേസ് ക്ലിയർ ആവും. പിന്നെ മാസ്റ്റേഴ്സിന് ഒരു കോഴ്സ് എടുക്കുമ്പോൾ IELTSോട് കൂടി ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അപ്പം രജിസ്ട്രേഷനിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ കോഴ്സ് സെലക്ഷനിലും നമ്മൾ ഗൈഡ് ടു ഗൈഡ്സ് എല്ലാ സ്റ്റുഡൻസിനെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ഫ്രം ആപ്ലിക്കേഷൻ ടിൽ നിങ്ങളുടെ എല്ലാ രജിസ്ട്രേഷൻ പ്രോസസ്സിനും CBT പ്രിപ്പറേഷൻ, OSCE പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ IELTS ഓർ OET പ്രിപ്പറേഷൻ വേണമെങ്കിൽ അതും നമ്മൾ UK നാട്ടിലും ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ അകത്ത് ഫ്രം ദ ബിഗിനിങ് ടിൽ എൻഡ് നിങ്ങൾക്കൊരു 1 മന്തിലേക്ക് പാർട്ട് ടൈം സർവീസസ് പോലുള്ള എല്ലാ ഹെൽപ്പും നമ്മുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും ഗൈഡ് ടു ഗൈഡ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ അഡ്മിഷൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, CBTക്കുള്ള സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, OSCE എക്സാമിനേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ പാർട്ട് ടൈം അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാർട്ട് ടൈം അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ട് ടൈം പ്രോമിസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമുക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ അവൈലബിൾ ഓപ്ഷൻസിനുമുള്ള സപ്പോർട്ടും ഹെൽപ്പും നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അക്കോമഡേഷൻ, പിന്നെ നിങ്ങൾക്ക് അവിടെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു കയ്യാകലത്തിൽ നമ്മുടെ ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് ഹെൽപ്പ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് MSc നഴ്സിംഗ് ഡയറക്റ്റായിട്ട് എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഡയറക്റ്റ് NMC രജിസ്ട്രേഷൻ വിത്തൗട്ട് വേറെ എക്സാമിനേഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടും. അത് 1 ഇയറിലും 2 ഇയറിലും കോഴ്സസ് അവൈലബിൾ ആണ്. 2 ഇയറിൻ്റെ കോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് IELTS റിക്വയർമെൻ്റ് ഉണ്ട്. 1 ഇയറിൻ്റെ കോഴ്സിന് IELTS റിക്വയർമെൻറ്റ് പ്ലസ് വർക്കിംഗ് അവേഴ്സും ആവശ്യമാണ്. ഇതൊന്നും അല്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് പഠിച്ച കുട്ടികൾക്കും 2 ഇയർ MSc നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അവരുടെ റിക്വയർമെൻറ്റ് IELTSും അതുപോലെ തന്നെ മോർ ദാൻ 600 അവേഴ്സ് ക്ലിനിക്കൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് റിക്വയർമെൻറ്റ് വരുന്നത്. അപ്പം എല്ലാ പ്രോസസ്സിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ OSCE എഴുതാനും CBTക്കും അതുപോലുള്ള എല്ലാ പ്രോസസ്സിനും നമ്മൾ ത്രൂ ഔട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡൗട്ടുകളോ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് അഡ്മിഷൻ പ്രൊസീഡ് ചെയ്യാനോ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇമെയിൽ IDയും ഫോൺ നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, വീഡിയോയിൽ ത്രൂ ഔട്ട് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ
ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സപ്പോർട്ട് നമ്മൾ ഫ്രം ദി എൻഡ് വരെ നിങ്ങൾക്ക് നമ്മുടെ കൂടെ നിൽക്കാം. നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.